Hello dears, welcome to the world of English. It is me Iyasar from MS Solution. ഇനി എന്തിനു വേറൊരു സൊല്യൂഷൻ. എടാ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതുവരെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി, അതിൽ സെറ്റ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ 27 ബി ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് തരും, ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതണം. സോ നമ്മുടെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളോട് പബ്ലിക് എക്സാമിന് ചോദിച്ചേക്കാം. മനസ്സിലായല്ലോടാ? ഞാനത് പറയാൻ കാരണം മുന്നേ നമ്മളൊരു പ്രൊമോഷണൽ ടാഗ്ലൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചിട്ടില്ല, അതുപോലെ ഓണം എക്സാമിന് ചോദിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ മോഡൽ എക്സാമിന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു? പ്രൊമോഷണൽ ടാഗ്ലൈൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ ചിലപ്പോൾ പബ്ലിക് എക്സാമിന് ഇതുവരെ ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള പിക്ചർ ഡിസ്ക്രിപ്ഷൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാനൊരു ചാൻസ് സാറ് കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് കൃത്യമായിട്ട് പഠിക്കുക. ഹൗ ക്യാൻ വി റൈറ്റ് എ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ? എങ്ങനെ നമുക്കൊരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതാം നോക്കിക്കോളാം. പ്രൊഡക്റ്റ് എന്താണ്? എക്കോ ക്ലീൻ 360 സ്മാർട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് റിമൂവർ. അതായത് പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് എന്ത് ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ദ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഫ്യൂച്ചർ. നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊഡക്റ്റിൻ്റെ നമുക്ക് കുറച്ച് ഹിൻറ്റുകൾ തരും. ആ ഹിൻറ്റുകൾ വെച്ചിട്ട് എന്ത് ചെയ്യണം? പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഹൈലൈറ്റിംഗ് ഇറ്റ് ഇസ് ഫ്യൂച്ചർ അഡ്വാൻറ്റേജസ് ആൻഡ് എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ്സ് യു മേ സീ ദ ഹിൻസ് ബിലോ. നിങ്ങൾ താഴത്ത് കുറച്ച് എന്ത് കാണുന്നുണ്ട്? കുറച്ച് ഹിൻറ്റുകൾ കാണുന്നുണ്ട്. ആ ഹിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഹിൻറ്റുകൾ എന്തൊക്കെ? ടൈപ്പ് എന്താണ്? ഇതിൻ്റെ ടൈപ്പ് പോർട്ടബിൾ ആണ്. പോർട്ടബിൾ സോളാർ പവേർഡ് പ്ലാസ്റ്റിക് റിമൂവർ. സോളാർ വഴി എന്ത് ചെയ്യാൻ പറ്റും? ഇത് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചാർജൊക്കെ ചെയ്യുന്നത് സോളാർ വഴിയാണ്. ഫംഗ്ഷൻ എന്താ? കളക്ട് വാട്ടർ ആൻഡ് സെപ്പറേറ്റ് പ്ലാസ്റ്റിക് ഫ്രം ദ വാട്ടർ ആൻഡ് സോയിൽ എന്ന് പറയുന്നുണ്ട്. അതേപോലെ വെള്ളത്തിൽ നിന്ന് എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിനെ സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. മണ്ണിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക്കിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവ് ഇതിനുണ്ട്. ഫ്യൂച്ചർ സ്മാർട്ട് സെൻസറുകളുണ്ട്, റീചാർജബിൾ ബാറ്ററി ഉണ്ട്, സ്വന്തമായിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഫിൽറ്റർ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യും. അതുപോലെ മെറ്റീരിയൽ ലൈറ്റ് വെയിറ്റ് ആണ്, ഡ്യൂറബിൾ ആണെന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കവറേജ് അപ് ടു 2 കിലോമീറ്റർ റേഡിയസ് ഓൺ സിംഗിൾ ചാർജ്. ഏകദേശം ഒരു ഒറ്റ തവണ ചാർജ് ചെയ്താൽ 2 കിലോമീറ്റർ റേഡിയസിൽ എന്ത് ചെയ്ത് പോകുന്നുള്ളതാണ്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5999 രൂപയാണ്. ടാർഗറ്റ് യൂസേഴ്സ് എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സ്കൂൾ, ലോക്കൽ ബോഡി ആൻഡ് ഹൗസ് ഹോൾഡ്സ്. അതായത് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ. ഇത് വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാർ അതൊക്കെ നമ്മുടെ സ്കൂളുകൾ, അതേപോലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ലോക്കൽ ബോഡീസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്, വീട്ടിലൊക്കെ ഇത് ഉപയോഗിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹൗ ക്യാൻ യു റൈറ്റ് എ പിക്ചർ ഡിസ്ക്രിപ്ഷൻ? ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ അല്ല, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സോ നോക്കിക്കോ. പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ക്ലിയർ പ്രൊഡക്റ്റ് നെയിം ആൻഡ് ടൈപ്പ് മെൻഷൻ. ആദ്യം എന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന ഹെഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ പേര് എന്ത് ചെയ്യാം? ടൈറ്റിൽ കൊടുക്കാം. അതിനുശേഷം ക്ലിയർ ആയിട്ട് പ്രൊഡക്റ്റിൻ്റെ നെയിം എന്താണോ, പ്രൊഡക്റ്റിൻ്റെ പേരെന്താണോ, പ്രൊഡക്റ്റിൻ്റെ പേര് ഇതാ എക്കോ ക്ലീൻ 360 പ്ലാസ്റ്റിക് വേസ്റ്റ് റിമൂവർ എന്ന ഹെഡിങ് കൊടുക്കാം. അതിനുശേഷം കീ ഫ്യൂച്ചേഴ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഡിസ്ക്രൈബ്. ഇതിൻ്റെ കീ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്? എന്തെല്ലാം ഫ്യൂച്ചേഴ്സ് ഇതിനുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ പോർട്ടബിൾ ആണ്, അതേപോലെ തന്നെ പിന്നെ സോളാർ പവേർഡ് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ കൊടുക്കാം. അതിനുശേഷം യൂസസ്, ആരാണ് ഇത് ഉപയോഗിക്കുക? ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ വാട്ട് ഈസ് ദ ബെനിഫിറ്റ്? എന്ത് ബെനിഫിറ്റ് ആണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലുള്ളത്? അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനുശേഷം പെർസൂസീവ് അപ്പീലിംഗ് ടോൺ ടു അട്രാക്ട് ബയേഴ്സ് ആൻഡ് റീഡേഴ്സ്. അതായത് ഈ ഒരു പിക്ചർ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. അങ്ങനെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ വളരെ അടിപൊളിയായിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് എഴുതണം. എഴുതാനുള്ള പോയിന്റ്സ് ഒക്കെ എവിടെ കിട്ടും? ഈ ഒരു ഹിൻറ്റിലുണ്ട് എന്ത് പോയിന്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഐഫോൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊരു ചൂസ് ചെയ്യണം? സോ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇന്നൊരു സംഭവങ്ങൾ ഓക്കെ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഓക്കെ ആണ്, ഇന്ന ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് പ്രൊഡക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് എക്കോ ക്ലീൻ 360, അതായത് സ്മാർട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് റിമൂവർ. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ്. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എഴുതാം. എക്സാമിന് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഈ ഒരു പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ്റെ ക്വസ്റ്റ്യൻ. നല്ലോണം നോട്ട് ചെയ്ത് വെച്ചോ. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ, അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അര പേജിൻ്റെ അടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതേണ്ടി വരും. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം മക്കളെ. ബൈ ബൈ, സീ യു.